ജോലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വേനൽക്കാലം എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വെടിക്കെട്ട് അപകടം കൂടി വന്ന സാഹചര്യത്തിൽ ഒരു സവിശേഷ സാഹചര്യമായിട്ട് സംസ്ഥാനത്ത് സവിശേഷ ദുരന്തമായിട്ട് തന്നെയാണ് അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഡിസാസ്റ്ററായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇത് ഉത്സവ സീസണാണ്, എന്താണ് ദുരന്ത നിവാരണ വകുപ്പിന് മുന്നിലുള്ള പ്രതിരോധവും അതിനോടൊപ്പം തന്നെ ദുരന്തത്തിന് ശേഷമുള്ള പരിപാടികളും എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചൂടിനെ നമ്മൾ കാണേണ്ടത് നമ്മളൊരു വേനൽക്കാല ദുരന്തങ്ങളായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സൂര്യാഘാതം വെച്ച ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും, മരണങ്ങൾ വരെ സംഭവിക്കാം. അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തമെങ്കിൽ അതിന് നമ്മളൊരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്ററായിട്ട് തന്നെ കണക്കാക്കുന്നു. മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വന്യജീവി ആക്രമണം, കാരണം നമ്മൾ അനുഭവിക്കുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ ചൂട് എന്ന് പറയുന്നത് ഫിസിക്കൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതല്ല, മെൻ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മുടെയൊക്കെ തന്നെ അസ്വസ്ഥത അനുഭവിക്കുകയും മാനസികമായിട്ട് ചെറിയ പിരിമുറുക്കം ഉണ്ടാകുകയും ആ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ഹീറ്റ് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതേ ഈ ഹീറ്റ് സ്ട്രെസ്സ് മൃഗങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ വന്യജീവികളുടെ ഒരു വെള്ളത്തിൻ്റെ ലഭ്യത കുറയും, മാത്രമല്ല ആക്രമണ സ്വഭാവവും കൂടും. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കന്നുകാലികളെ ബാധിക്കുന്നുണ്ട്, വളർത്തുമൃഗങ്ങളെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ പൊതുവെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടും. തീപിടുത്തങ്ങൾ, ഇപ്പം തീപിടുത്തം ചൂട് കൊണ്ട് മാത്രം ഉണ്ടാവണമെന്നില്ല, പക്ഷേ തീപിടുത്തം വ്യാപിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്യൂവലിംഗ് എഫക്റ്റായിട്ട് ചൂട് വർദ്ധിക്കുകയും ചെയ്യും. ചൂട് കാരണം തീപിടുത്തം ഉണ്ടാവുകയും ചെയ്യും. അപ്പം മാലിന്യം, നമുക്ക് പണ്ട് നമ്മുടെ 2024 വേനൽക്കാലത്തിലാണ് നമുക്ക് നമ്മുടെ എറണാകുളത്തെ മാലിന്യ ഡംപ്യാർഡ് കത്തുന്ന ബ്രഹ്മപുരം മാലിന്യ ഡംപ്യാർഡിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പലയിടത്തും നമുക്ക് ഒഴിഞ്ഞ പറമ്പുകളിലൊക്കെ പല മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ടുണ്ടാവും, അപ്പോൾ അതിന് തീപിടിക്കാം. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് അങ്ങനൊരു സംഭവം റിപ്പോർട്ട്. ഇപ്പോൾ തീപിടുത്തങ്ങൾ, അതുപോലെ വ്യാപാര കേന്ദ്രങ്ങൾ, ഇപ്പം നമുക്ക് മുന്നേ പ്ലാസ്റ്റിക് കടകളിലൊക്കെ ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അപ്പം വ്യാപാര കേന്ദ്രങ്ങൾ, അപ്പോൾ തീപിടുത്തം ഇതുപോലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പൊതുപരിപാടികളിൽ അതുപോലെ ഉത്സവങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നം. കാരണം ആൾക്കൂട്ടം വരികയാണ്. ഈ ആൾക്കൂട്ടം വരുമ്പോൾ അവരുടെ കൂടെ ഈ ഹീറ്റ് സ്ട്രെസ് വരുന്നു. ഇവിടങ്ങളിപ്പോൾ നമ്മുടെ ഉത്സവങ്ങളിൽ നമ്മുടെ ഒരു പ്രാക്ടീസാണ് ആന വരുന്നതും അതുപോലെ വെടിക്കെട്ടുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചൂട് കൂടുന്നൊരു ഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ റിസ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിസ്ക് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ കുറച്ചുകൂടി ജാഗ്രതയും കാര്യങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഒഴിവാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പരമാവധി ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു തീരുമാനം ഗവൺമെൻറ് കർശനമായിട്ട് എടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമ്മൾക്ക് പൊതുവെയുള്ള റിക്വസ്റ്റ്, ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത് പ്രത്യേകിച്ച് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ ഇത്തരം നമ്മൾ ആൾ കൂടുന്ന ഉത്സവങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയും കർശനമായ നിയന്ത്രണവും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൃശ്ശൂരുണ്ടായ നിർഭാഗ്യകരമായ സംഭവത്തെ, ആ പ്രത്യേക ഇവൻറ്റിനെ അല്ലെങ്കിൽ ആ പ്രത്യേക പ്രശ്നത്തെയാണ് നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ട് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് തൃശ്ശൂരുണ്ടായ വെടിക്കെട്ടിനെയാണ്, അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടങ്ങളെല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് റെസ്പോൺസ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാനും പെട്ടെന്ന് അവർക്ക് സഹായം നൽകാനും ഒക്കെയാണ് അതിനെ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഡിസാസ്റ്ററായിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ അത്തരം പ്രാക്ടീസുകൾ ചില പ്രധാനപ്പെട്ട വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തേ ഉള്ളൂ. എന്നാൽ അതിനൊരു ലോങ് ടൈമിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഈ ഒരു വർഷത്തെ മാത്രം പ്രശ്നമല്ല, ഭാവിയിലും നമുക്ക് ചൂട് കൂടുമെന്ന് തന്നെയുള്ള പ്രൊജക്ഷൻസാണുള്ളത്. അപ്പോൾ കേരളത്തിൽ ഇനിയുള്ള വർഷങ്ങളിലും നമ്മൾ കൂടുതൽ കടുപ്പമേറിയ വേനൽക്കാലങ്ങൾ പ്രതീക്ഷിക്കണം. ഇപ്പോഴുള്ളതിനേക്കാളും ഒരുപക്ഷെ 1-2 ഡിഗ്രി സെൽഷ്യസ് അധികമായിരിക്കും അടുത്ത വർഷങ്ങളിൽ ഈ പീക്ക് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉത്സവ സീസൺ നിർഭാഗ്യവശാൽ നമുക്ക് ഈ ഒരു വേനൽ സമയത്താണ് ഉത്സവം അവധിയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാക്ടീസുകളിൽ നമ്മൾ ചില മാറ്റങ്ങളിൽ പൊതുവേ നമ്മുടെ വ്യക്തിജീവിതത്തിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും ചിലപ്പോൾ. അതുപോലെ നമ്മുടെ പൊതുപരിപാടികളിലും പ്രാക്ടീസുകളിലും ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും എന്നാണ് തോന്നുന്നത്.